ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ നാടുവിടലിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ഡേ ആണെന്ന്. ഡേ ടു ഫുള്ള് നമ്മൾ ഇതിനകത്താണ്, എങ്ങോട്ടും പോകുന്നില്ല, ഇതിനുള്ളിൽ തന്നെയാണ്. ബോറടിച്ച് ചാവും. അപ്പോൾ ഇന്നലെ ഞാൻ നന്നായിട്ട് ഉറങ്ങി, അതുകൊണ്ട് തന്നെ അതിരാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നലത്തെ ഉറക്കത്തിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. രണ്ട് ചേട്ടന്മാർ കൂടിയിട്ട് മത്സരിച്ച് കൂർക്കം വലിക്കുകയായിരുന്നു. ഒരാൾ ഹൈ ആവുമ്പോൾ ഒരാൾ ഡൗൺ ആവും. പിന്നെ അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരറിയുന്നില്ലല്ലോ ഈ സൗണ്ടൊന്നും. പിന്നെ അവർ ഉറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് കുശുമ്പായി, എനിക്ക് അവനെ കിടന്നുറങ്ങാൻ തോന്നി. അപ്പം ഞാൻ പെടലൊക്കെ എടുത്ത് കഴുത്തിലിട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ ഈ പെടലെടുത്ത് കഴുത്തിലിട്ടിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കഴുത്ത് വേദന വരും. എത്ര നേരം നമ്മളിങ്ങനെ കിടക്കും, കുറച്ച് നേരം നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കഴുത്ത് വേദന വരും, ഫോൺ തോണ്ടുമ്പോഴൊക്കെ കഴുത്ത് വേദന വരും. അതുകൊണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മെയിൻ പരിപാടിയിലേക്ക് നീങ്ങി. ഫുഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് എന്തും. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് സെറ്റ് ആക്കുകയാണ് ഞാൻ ഫുഡ് വാങ്ങിച്ചത് ഓൺലൈനായിട്ടാണ്, പനവേലിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഫുഡ്. നോർത്തിലേക്ക് പോകുന്ന എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ പനവേലെത്തുമ്പോൾ നമുക്കിതുപോലെ കേരള ഫുഡ് കിട്ടും. അത് നമ്മൾ മുൻപ് ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ കേരള ഫുഡൊക്കെ കൊണ്ടുതരും. നമ്മൾ ജസ്റ്റ് പനവേലെത്തുന്നതിനേക്കാളും മുമ്പ് അവിടെ നിന്ന് പോയി നിൽക്കണം. അവരൊന്ന് ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യണം. നമ്മൾ മുമ്പ് വിളിച്ച് ബുക്ക് ചെയ്യണം. അതിന് മുമ്പ് ജസ്റ്റ് ഫുഡ് വാങ്ങാൻ മുമ്പ് ഒന്നും കൂടി ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം എന്ന് മാത്രം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഒന്നിച്ച് തന്നെ കിട്ടി. എനിക്കൊരു 10 മണിയൊക്കെ ആയപ്പോൾ ഫുഡ് കിട്ടിയായിരുന്നു. നല്ല ചൂടോടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡാണ് അവർ തരുന്നത്. നമുക്ക് ഈ ട്രെയിനിലത്തെ കച്ചറ ഫുഡ് മേടിച്ച് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഇങ്ങനെ മേടിച്ച് കഴിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് നമ്പർ കൊടുക്കാം, അറിയായിരിക്കും എല്ലാവർക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അവർക്കിത് യൂസ്ഫുൾ ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ കഴിച്ച് കഴിഞ്ഞു. അതൊക്കെ വയറ്റിലെത്തിയിട്ട് കുറച്ച് നേരമായി. അപ്പം മുട്ടയായിരുന്നു. ഇപ്പം ഞാൻ ലഞ്ച് കഴിക്കാനായിട്ടാണ് പോകുന്നത്. ലഞ്ചിന് ചോറ്, മീൻ കറി, പിന്നെ പയർ, അതുമാത്രമല്ല പപ്പടം ഇതൊക്കെ ഉണ്ടായിരുന്നു. പപ്പടമൊക്കെ അതേ പൊടിഞ്ഞൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, 2 പേർക്കെങ്കിലും കഴിക്കാം. നല്ല സുഖമായിട്ട് 2 പേർക്ക് കഴിക്കാം, അത്ര അധികം ക്വാണ്ടിറ്റി ഉണ്ട് അതിൽ. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു, കുറച്ച് രാത്രി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ട് അതേ ചോറ്, മീൻ കറി, പയർ, അച്ചാർ, പപ്പടം, പിന്നെ സാമ്പാറുണ്ടായിരുന്നു. സാമ്പാറൊക്കെ കൂട്ടിയിട്ട് നല്ല കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. പിന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വയറൊക്കെ ടമ്മെന്നായിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. നട്ടുച്ചയ്ക്ക് കിടന്നുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇങ്ങനെയാണ്. എനിക്ക് പിന്നെ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നതെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുവരെ ഞാനിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും. അപ്പോൾ കുറച്ച് നേരം കണ്ണൊക്കെ അടക്കി സ്റ്റാച്ചു ആയിട്ട് ഞാനിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ദേ പഴയതുപോലെ റിയാലിറ്റിയിലേക്ക് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. കുറേ നേരം മുകളിൽ കയറി കിടന്നപ്പോൾ എനിക്കാകെ നടുവൊക്കെ വേദനിക്കാൻ തുടങ്ങി. ആകെ ഈച്ചാമുക്ക് പോലത്തെ സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ നടു വേദനിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ താഴ്ത്ത് വന്നിരുന്ന് ദേ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. കിടന്നും ഇരുന്നും മടുത്തു. മടുപ്പിന് അവസാനം ദേ ഷൂസ് വയ്ക്കാൻ വന്നപ്പോൾ കുറച്ച് നേരം ഇവിടെ വന്ന് നിന്ന് ഷോ കാണിക്കാൻ വെച്ചു. ഈ കുടുംബം ഇതെന്ത് ഭാവിച്ചാണെന്ന് എനിക്കറിയില്ല. രാത്രി 12 മണിയായിട്ട് ഇവർക്ക് ഉറക്കമില്ല ഗൈസ്. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. ഇന്ന് എൻ്റെ ഉറക്കം പോയത് തന്നെ. അപ്പം ഞാൻ അവരെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒന്ന് ഉറങ്ങിക്കൂടെ സഹോദര. അവരുറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് നേരം വീണ്ടും താഴ്ത്തു പോയിരുന്നു. കണ്ണൊക്കെ ബിൾസേ പോലെ ആയിട്ടുണ്ട്. കുറച്ചൊരു ശാന്തത വന്നിട്ടുണ്ട്. നമ്മുടെ ചേട്ടനും ചേച്ചിയൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്, ടാറ്റാ.